നേരെ നിശ്ചയത്തിന് പോകാൻ റെഡി ആയിട്ടോ. ഈ ഡ്രസ്സ് അമ്മയുടെ സാരീനെ കൊണ്ട് അടിച്ചു തന്നിട്ടോ. അതും ഇന്നലെയാണ് കേട്ടോ ഇത് അടിച്ചു കിട്ടിയത്. അന്ന് തന്നെ ഒന്ന് മോയ്സ്ചറൈസർ ഇട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എൻ്റെ മുഖം അമ്മാതിരി വേർത്തിട്ട് മുങ്ങിയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇടയിലൊന്ന് കമ്മലിട്ടു. പിന്നെ ഈ സൺസ്ക്രീൻ്റെ ആവശ്യമില്ല. ഇട്ടപ്പാട് അങ്ങനെ വേർത്തൊരിച്ചങ്ങോട്ട് പോയത് തന്നെയാണ്. ഇട്ടിട്ടൊരു ശീലമായി പിന്നെ ഇങ്ങനെയെല്ലാം ഇടുമ്പോൾ ഒരു രസമല്ലേ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഷർട്ടിൻ്റെ കൈ മടക്കി തരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ണെഴുതി താഴെ കൺമഷീനെ കൊണ്ടും പിന്നെ മേലെ അരിഞ്ഞിനെ കൊണ്ടും പിന്നെ താഴെ ഒന്നുകൂടി അരിഞ്ഞത് ഹൈലൈറ്റർ എല്ലാം ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കണ്ണെഴുതി. പിന്നെ പേരിനൊരു ലിപ്സ്റ്റിക്ക് ഇടല്ലോ കേട്ടോ. ഒരു കടുകോളം മാത്രമേ ഞാൻ ഇട്ടെന്ന് പോലും തോന്നില്ല. ഏട്ടന് പിന്നെ ഒരു മേക്കപ്പ് ഒരു കാര്യങ്ങളില്ല. ഞാനല്ലെങ്കിൽ മേക്കപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടാ. നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടു. അപ്പോൾ ഈ ഡ്രസ്സ് ഇങ്ങനെയാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ ഫംഗ്ഷൻ ആകുമ്പോൾ ഇടാവോ കൊള്ളാവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിർബന്ധമായിട്ട് ഇടണം. അതാണ് എൻ്റെ കാര്യം. നല്ല തിരക്കായിരുന്നു. ചെക്കന് മണിന് ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടാ. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ ഫസ്റ്റത്തെ പന്തിയിൽ തന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടോ. എന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു. അപ്പോൾ വേഗം കുഴിച്ചിട്ട് കൊണ്ട് എല്ലാവരോടും വർത്താനം പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.